ഹലോ ഫ്രണ്ട്സ്, ഫ്രഞ്ച് ഫ്രൈസ് അധികം ആൾക്കാർ കഴിക്കാതിരിക്കുന്നത് അത് ഓയിൽ ഫ്രൈ ചെയ്തതുകൊണ്ടും ഒരു ഫ്ലേവർ ഇല്ലാത്തതും കൊണ്ടുമാണ്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത് മാഗിയുടെ പൊട്ടറ്റോ സീസണിങ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒരു ഹെൽത്തി ഓപ്ഷനിൽ ഫ്രൈ ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് റിവ്യൂ ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. 120 ഗ്രാമിലുള്ള റീയൂസബിൾ പാക്കിങ്ങോടെയാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൊട്ടറ്റോ ഡിഷസിലും ഈ സീസണിങ് ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഓണിയനും ടൊമാറ്റോ പൗഡറും ഗാർലിക്കും ജിഞ്ചറും കുറെ സ്പൈസസും ഹെർബ്സ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. പാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രിപ്പറേഷൻ മെത്തേഡ് ബോയിലും ഓവൻ റോസ്റ്റഡും എയർ ഫ്രൈ പൊട്ടറ്റോസും ആണ്. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഹെൽത്തി ഓപ്ഷനായ എയർ ഫ്രൈഡ് പൊട്ടറ്റോസ് തന്നെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. 1/2 kg ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി 30 മിനിറ്റ്സ് പുറത്തു വെച്ചതിന് ശേഷം എയർ ഫ്രൈ ചെയ്യുന്ന കണ്ടെയ്നറിലോട്ട് ഫ്രഞ്ച് ഫ്രൈസ് ട്രാൻസ്ഫർ ചെയ്യുക. എല്ലാ ഫ്രഞ്ച് ഫ്രൈസും ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നേരെ എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. എയർ ഫ്രൈയർ ഓൺ ആക്കിയതിനു ശേഷം ഫ്രഞ്ച് ഫ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. 200 ഡിഗ്രി സെൽഷ്യസ് 20 മിനിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രൈ ആവുന്ന ടൈമിൽ മാഗിയുടെ പൊട്ടറ്റോ സീസണിംഗ് പാക്കറ്റ് പൊട്ടിച്ച് ആ പൗഡർ നമുക്ക് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ പോലെയാണ് ഇതിന്റെ ടെക്സ്ചർ വരുന്നത്. ജീരകത്തിന്റെ അരോമയാണ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. എയർ ഫ്രൈ ചെയ്ത് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ എയർ ഫ്രയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് മറിച്ചിടണം. ഫ്രഞ്ച് ഫ്രൈസ് ഒരുവിധം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് റിമൈനിങ് 10 മിനിറ്റ്സും കൂടി എയർ ഫ്രൈ ചെയ്യാൻ വെക്കുക. നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ആയി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, അതും ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ. എയർ ഫ്രൈ ചെയ്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് നേരെ ഒരു മിക്സിംഗ് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഈ മിക്സിംഗ് ബൗളിലോട്ട് 5-6 ടീസ്പൂൺ മാഗി പൊട്ടറ്റോ സീസണിംഗ് പൗഡർ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. വലിയൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഫ്രഞ്ച് ഫ്രൈസിൽ ഒരുവിധം സീസണിംഗ് പൗഡർ കോട്ടായിട്ടുണ്ട്. ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒട്ടും സ്പൈസി അല്ല, കുറച്ച് സോൾട്ടി ആണ്. ജീരകത്തിന്റെ ടേസ്റ്റ് ആണ് കൂടുതലും ഫീൽ ചെയ്യുന്നത്. സീസണിംഗ് പൗഡർ പൊട്ടറ്റോ ഫ്രൈസിൽ അധികമായി കോട്ട് ആവുകയാണെങ്കിൽ നല്ല സോൾട്ടി ഫീലിംഗ് ആണ്. ഓവറോൾ ഇതിന്റെ ടേസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ഡിഷസിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. ഇനി ഈ പാക്കറ്റിൽ വരുന്ന ഈ സ്റ്റിക്കർ ഇങ്ങനെ ഊരിയെടുത്ത് പാക്കറ്റ് നല്ല രീതിയിൽ എയർ ടൈറ്റ് ചെയ്ത് മടക്കി ഈ സ്റ്റിക്കർ ഒട്ടിച്ച് റീയൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യാം. എല്ലാ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്സിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ഇടണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.